കദളിവാഴക്കൈയിലിരുന്ന് കാക്ക ഇന്നു വിരുന്നു വിളിച്ചു, വിരുന്നുകാരാ 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 വന്നാട്ടെ. നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാട്ടിൽ സൂചിപ്പിച്ചതുപോലെ കദളിവാഴയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. മ്യൂക്കേസിയ ഫാമിലിയിൽപ്പെടുന്ന കദളിവാഴയുടെ ശാസ്ത്രീയ നാമം മ്യൂസ പാരാഡിസിയാക്ക എന്നതാണ്. ഇന്ത്യ, ബർമ്മ, മലയ തുടങ്ങിയ പ്രദേശങ്ങളാണ് വാഴകളുടെ ഉദ്ഭവസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത്. കേരളത്തിലുടനീളം ധാരാളമായി ഇവ കൃഷി ചെയ്തു വരുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന പഴങ്ങളിലൊന്നാണ് വാഴപ്പഴം. ഇതിൻ്റെ യഥാർത്ഥ കാണ്ഡം മണ്ണിനടിയിലാണ് കാണപ്പെടുന്നത്. മുകൾ ഭാഗത്ത് കാണപ്പെടുന്ന പിണ്ടി ഇലകളുടെ ഞെട്ടുകൾ ചേർന്നുള്ള കപടകാണ്ഡമാണ്. ഇതിൻ്റെ അകത്തെ പിണ്ടി പുഷ്പദണ്ഡമാകുന്നു. അടിയിൽ വളരുന്ന കാണ്ഡത്തിൽ നിന്നാണ് പുതിയ തൈകൾ ഉണ്ടാവുന്നത്. നീണ്ട് ഉയരത്തിൽ കുത്തനെയാണ് വാഴകൾ വളരുന്നത്. നീണ്ട പത്രവൃന്ദത്തിൻ്റെ ആധാരഭാഗം പോളയായി കാണ്ഡം വരെ എത്തുന്നു. ഈ പത്രത്തിൻ്റെ അഗ്രഭാഗം വീതി കുറഞ്ഞവയായിരിക്കും. ഇലകളുടെ അടിഭാഗം ഇളം പച്ച നിറത്തോടു കൂടിയതും മൃദുല രോമത്തോടു കൂടിയവയുമായിരിക്കും. ആൺപെൺപൂക്കൾ സംയുക്തമായാണ് ഇവയിൽ കാണപ്പെടുന്നത്. ഇതിൽ ആൺപൂക്കൾ അകത്തും പെൺപൂക്കൾ താഴെയുമാണ് കാണപ്പെടുന്നത്. കരിഞ്ചുവപ്പ് നിറത്തിലുള്ള പുഷ്പപർണങ്ങൾ കൊണ്ട് മൂടിയ പൂക്കുലച്ചുണ്ടാണ് ഇവയ്ക്കുണ്ടാവുന്നത്. പഴങ്ങൾ പടലകളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇളം പ്രായത്തിൽ ഈ പഴങ്ങൾ പച്ച നിറത്തിലും പാകമാകുമ്പോൾ പച്ച കലർന്ന മഞ്ഞ നിറത്തിലുമാണ് കാണപ്പെടുന്നത്. ഇവ കൃഷ്ണനെ നേദിക്കാൻ വേണ്ടി കൂടുതലായി ഉപയോഗിച്ചു വരുന്നു. അതുപോലെ തന്നെ പായസങ്ങൾ ഉണ്ടാക്കുവാനും മറ്റ് കറി ആവശ്യങ്ങൾക്കായിട്ടും ഉപയോഗിക്കുന്നു. പായസക്കൂട്ടുകളിൽ രുചിയും മണവും കൂട്ടാൻ വേണ്ടി കദളിപ്പഴം ഉപയോഗിക്കാറുണ്ട്. അസ്ഥിസ്രാവത്തിനും മൂത്രാതിസാരത്തിനും ഉത്തമ ഔഷധമാണ് കദളിപ്പഴം. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കും ഇത് ഉപയോഗിക്കാം. ഇതിൻ്റെ പാതി മൂത്ത ഫലം ചുവപ്പ് കലർന്ന മധുരരസത്തോടു കൂടിയതായിരിക്കും. തടിപ്പിക്കുന്നതിനും ശുക്ലവർദ്ധനവുമായിട്ടും ഇത് ഉപയോഗിക്കുന്നു. ഇവ ദാഹം അകറ്റുന്നതും വിഷമകറ്റുന്നതുമാണ്. അതുപോലെ തന്നെ ചുട്ടുനീറ്റലിനും ഉത്തമ ഔഷധമായിട്ട് ഉപയോഗിച്ചു വരുന്നു. ഇതിൻ്റെ പച്ചഫലവും പഴവും കിഴങ്ങും ഗ്രാഹ്യവുമാണ്. ഏകവർഷ സസ്യമായ വാഴയുടെ പഴം, പിണ്ടി, കൂമ്പ് എന്നീ ഭാഗങ്ങൾ ഉപയോഗപ്രദമാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ മൂല്യങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് സംസാരിക്കും. കദളിവാഴ, ഈ കദളിപ്പഴം നേദിക്കാൻ ഉപയോഗിക്കുക. അതായത് ഈ ദൈവത്തിന് പോലും പ്രിയപ്പെട്ട ഒരു ഫലമാണ് ഈ കദളിവാഴ. ഈ കദളിവാഴയ്ക്ക് ശരീരത്തിൻ്റെ എല്ലാ ധാതുക്കളെയും പോഷിപ്പിക്കാനുള്ള കഴിവുണ്ട്. പ്രത്യേകിച്ച് ഇത് ശുക്ലവർദ്ധന എന്നാണ് പറയാം. അതുപോലെ തന്നെ ഈ മൈക്രോ എലമെൻറ്റ്സ് ന്യൂട്രീഷനും ധാരാളം ഉണ്ടാവും. ഇത് ഒരു ശീതവീര്യമാണ്. അപ്പോൾ ശരീരം ഈ ചൂട്ട് പുകച്ചിലുള്ള ആൾക്കാർക്ക് അതായത് എപ്പോഴും ശരീരം ബേണിങ് സെൻസേഷൻ എന്ന് പറയും. പ്രത്യേകിച്ച് ഈ സമയത്ത് ആർത്തവം നിന്ന സ്ത്രീകൾക്കൊക്കെ ചൂട്ട് പുകച്ചിലുണ്ടാകുന്ന സമയത്തിൽ ഈ കദളിപ്പഴം 3-4 എണ്ണം ഡെയിലി കഴിക്കുക. അല്ലെങ്കിൽ കദളിവാഴ പച്ചയ്ക്ക് ഉണക്കി പൊടിച്ച് അത് പാലിൽ കലക്കി കഴിച്ചു കഴിഞ്ഞാൽ വളരെ ഫലപ്രദമാണ്. അതുപോലെ ഈ അസ്ഥിരുക്കം എന്നൊരു അസുഖത്തിന് ഈ കദളി കായ ഉണക്കി പൊടിച്ചിട്ട് അത് തേനിലോ പാലിലോ ചാലിച്ച് കഴിക്കാം. അല്ലെങ്കിൽ കദളിപ്പഴം തന്നെ കുറച്ച് തേൻ ചേർത്ത് അടിച്ചിട്ട് ഒരു 2-3 എണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ഈ അസ്ഥിരുക്കം പെട്ടെന്ന് മാറും. ഇതാണ് കദളിപ്പഴം. ഒരു ദിവസേന കഴിക്കാൻ പറ്റിയ പഴമാണ്. ഹൈലി ന്യൂട്രീഷ്യസ് ആണ്. മാത്രമല്ല ഇതിന് വേറൊരു ഗുണമുള്ളത്, ഈ സ്ട്രെസ്സിന് ഇല്ലാണ്ടാക്കാൻ ഈ കദളിപ്പഴത്തിന് ഗുണം. അതുപോലെ ഈ ഉറക്കമില്ലാത്ത ആൾക്കാർക്ക് രാത്രി ഒരു കദളിപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ കുറേശ്ശെ ഉറക്കം വരും.